പഴയ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, കഴുത്തൊരു രേരസ് പോലെ സാധനമൊക്കെ കെട്ടി തൂക്കിക്കൊണ്ട് തീവ്രവാദി അല്ലെങ്കിൽ വലിയ കൊള്ള സംഘത്തിനകത്തൊക്കെയുള്ള ആൾക്കാർ പോലീസ് പിടിക്കുകയോ അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ വായിലോട്ട് പിടിച്ച് കടിച്ചിരുന്ന് മരിക്കും. മനസ്സിലായില്ല? എന്താ വെച്ചാൽ രഹസ്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ താവളം കണ്ടുപിടിക്കാതിരിക്കാൻ പോലീസിന്റെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ശരിക്കും അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പൊ അത് പെട്ടെന്ന് തന്നെ കുറെ ഇറക്കുവാണ്, നമുക്ക് മേടിച്ചു വെക്കാം. എല്ലാവരുടെയും കഴുത്തിലൊരെണ്ണം വേണം, ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച്. അതും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വെറുതെ വീട്ടിലിരുന്നാലും വേണം. ഇപ്പൊ ഈ മുല്ലപ്പെരിയാറിന്റെ പരിപാടി നടക്കുന്നില്ല, അഥവാ വെള്ളം പൊട്ടി വരുവാണ് വേഗം ഇതും കടിച്ചേക്കണം. ഈ ശ്വാസം മുട്ടി അന്നിനടി കിടന്ന് മരിക്കുന്നതിനും ഭേദം. അതുപോലെ തന്നെ എല്ലാ ലോറി ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും ഈ പുറത്തോട്ട് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ വേണം ഇട്ടോ, അല്ലാത്തവരാണെങ്കിൽ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിട്ടാൽ മതി. വീട്ടിൽ കിടന്ന് മരിക്കാൻ നേരത്ത് ഇത് വേണം എടുത്തിട്ട് കടിച്ച് പറിച്ച് വയ്ക്കുക. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ല വേറെ പ്രതീക്ഷയൊന്നുമില്ല. ഇനി അഥവാ മണ്ണിടിച്ചിലോ വെള്ളത്തിൽ വീഴോ, പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നില്ല. ഇവിടുത്തെ ജോലി അങ്ങനത്തെ ഒരു എൻവയൺമെന്റ് അങ്ങനത്തെ ഈ വെള്ളത്തിലിറങ്ങി അല്ലെങ്കിൽ കിണറ്റിലിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ മരിക്കാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനം കൈ വെച്ചോണം. അതാകുമ്പോൾ പെട്ടെന്ന് മരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 2-3 ദിവസം പട്ടിണി കിടന്ന് ശ്വാസം കിട്ടാതെ ഇത്ര കഷ്ടപ്പെട്ട് മരിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതൊരു അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ. അത് നിയമവിരുദ്ധമാക്കുന്നതിനുള്ള അതിശയോക്തി എനിക്കുണ്ട്. കാരണം ഇവിടെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ. അത് ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ദയാവധം പോകുന്ന കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ വയ്യാണ്ട് കിടന്നാൽ, ഇവിടെ വയ്യാണ്ട് കിടന്നുള്ള ദുരിതം അറിയാമല്ലോ. പ്രായം കുറച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇല്ലാത്ത ഈ നാട്ടിലൊക്കെ ഈ ആവശ്യമില്ലാത്ത കുറെ പരിപാടിയും പിടിച്ചോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ട്. ഇതൊക്കെ ഓരോരുത്തരെ കൊടുത്തേക്കുക. അവര് അതുപോലത്തെ ഗതികടി പെട്ട് കഴിയുമ്പോൾ അവരങ്ങ് മരിച്ചോളും. വെറുതെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ച് രക്ഷപ്പെടുത്താൻ കഴിയുമോ? അതും ഇല്ല. ശിക്ഷിച്ചില്ലേലും രക്ഷിക്കരുതെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ പഴഞ്ചൊല്ല. വന്നിച്ചില്ലേലും നിന്ദിക്കരുതെന്നൊക്കെ പറയുന്ന പോലെ രക്ഷപ്പെടുത്താനോ കഴിയത്തില്ല, മരിക്കാനെങ്കിലും അനുവദിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പോലെ സ്ട്രേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് വേണം. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാടായി അല്ലേ, എത്ര ഇൻസിഡൻസ് ആയി. അപ്പോൾ അതിനെന്താ മനസ്സിലായി, രക്ഷിക്കാനായാലും ആരും വരത്തില്ല. ദാരുണമായ അന്ത്യം അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഒരു 2 ദിവസമൊക്കെ പട്ടിണി കിടന്ന് ശ്വാസം കിട്ടാതെ അങ്ങനത്തെ അവസ്ഥയിലൊക്കെ പെട്ടുപോയി ഉടനെ ആദ്യം കഴിച്ചാൽ ഇവിടെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, 100% പറ്റത്തില്ല. പിന്നെ രക്ഷപ്പെടുത്തും ചിലപ്പോൾ വല്ല ചെറിയ കേസ് വല്ലതും അതും കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഓർക്ക് വേണ്ട വലിയ സംഭവം പോലെ അത്രയൊന്നും ഇല്ലാത്ത പല ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പലതും നടക്കാത്ത കേസുകളാണ് കൂടുതലും. ഭയങ്കര ഇരുട്ടാണ്, ഞാൻ ഇരുട്ടത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെളിച്ചം വീണ്ടും വരികയാണ്, വീണ്ടും ഇരുട്ടാവുകയാണ്. എല്ലായിടത്തൊന്നും വെളിച്ചം നമ്മുടെ നാടിലില്ല, മനസ്സിലായി. അതുകൊണ്ട് രാത്രി ഇറങ്ങി നടക്കുന്ന അത്ര സേഫ് ഒന്നും അല്ല. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ രാത്രി ഇറങ്ങി നടക്കരുത്.